അതിൻ്റെ അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തുന്ന ഒരു കണ്ണിക്ക് കേരള ബന്ധം കാണും എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് അനുഭവമുള്ളതാണ്. ഈ ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇതിന് ഏതെങ്കിലും തരത്തിൽ കേരള ബന്ധമുണ്ടോ എന്ന് നമ്മളൊക്കെ സംശയിച്ചിരുന്നു. പക്ഷേ തുടക്കത്തിൽ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഇതിന് കേരള ബന്ധം ഇല്ല എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഈ അറസ്റ്റിലായ ഡോക്ടർമാരിൽ ഒരാൾ, അതായത് ഡോക്ടർ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് 31 വയസ്സുണ്ട്. ഈ ഡോക്ടർ പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് MBBS പഠനം നടത്തിയത്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഖിലേന്ത്യാ എൻട്രൻസ് എഴുതി അഡ്മിഷൻ കിട്ടി, അങ്ങനെ തിരുവനന്തപുരത്ത് വരികയും ഈ മെഡിക്കൽ കോളേജിൽ പഠനം നടത്തുകയും ചെയ്തു. നിലവിൽ UPയിലെ കാൺപൂരിലെ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡൻറ്റ് ഡോക്ടറാണ് മുഹമ്മദ് ആരിഫ്. മാത്രമല്ല അദ്ദേഹം അവിടെ പഠനം തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ജമ്മു കാശ്മീരിലെ അനന്തനാഗ് സ്വദേശിയാണ് ഈ ഡോക്ടർ ആരിഫ്. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇദ്ദേഹം MBBS പഠനം പൂർത്തിയാക്കി ജയിച്ചു പോയി. ഇവിടെ ഹൗസ് സർജൻസിയൊക്കെ ഇതിനൊന്നും ആ കാലത്തൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ആളൊരു സ്ലീപ്പർ സെല്ലായിരുന്നോ, നേരത്തെ ഈ ആളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ, ഈ ഭീകര സംഘടനകളുമായിട്ട് ഏതെങ്കിലും ഒരു ബന്ധം ഈ ഡോക്ടർ ആരിഫിന് ഉണ്ടായിരുന്നോ, ഇതൊക്കെ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഈ ഡോക്ടർ ആരിഫിന് ഈ ഡൽഹി ബ്ലാസ്റ്റിന് കാരണമായിരിക്കുന്ന ഈ വൈറ്റ് കോളർ ജിഹാദ് അല്ലെങ്കിൽ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഈ മോഡ്യൂളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കാശ്മീരിലെ ഒരു മൗലവി ഇർഫാൻ ഹബീബ് അറസ്റ്റിലായിട്ടുണ്ട്. ഈ ഇർഫാൻ ഹബീബുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഒരു ചങ്ങല ആണ് ഇതിനകത്തുള്ളത്. ഒരുപാട് കണ്ണികളുള്ള ഒരു നീണ്ട ചങ്ങലയാണ് ഇത്. അതിൽ 312 ഡോക്ടർമാർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. ഈ 312 ഡോക്ടർമാരും ഈ പറഞ്ഞതുപോലെ ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ടെലഗ്രാം ഗ്രൂപ്പുകൾ ഇതിനകത്തൊക്കെ അംഗങ്ങളാണ്. ഈ 312 പേരെയും വളരെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. NIA ഈ 312 പേരെയും ഷാഡോ ചെയ്യുന്നുണ്ട്, ഇവരുടെ പുറകെ തന്നെയുണ്ട്. ഇതിൽ എത്ര പേര് അറസ്റ്റിലാവും, എങ്ങനെയൊക്കെയാണ്, ഇതിൽ ആരൊക്കെയാണ് തീവ്രവാദ സംഘടനകളുമായിട്ട് ഭീകരന്മാരുമായിട്ട് ബന്ധപ്പെട്ടത്, അവർക്ക് ഫണ്ട് ചെയ്തിരിക്കുന്നത്, അവർക്ക് മറ്റ് സഹായങ്ങൾ ചെയ്തിരിക്കുന്നത്, അവരിൽ നിന്ന് ഏതെങ്കിലും പുറത്ത് വിദേശത്തുനിന്ന് ഏതെങ്കിലും ഭീകര സംഘടനകളിൽ നിന്ന് ഇവർ പണം വാങ്ങിയിട്ടുണ്ടോ, ഇതൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യമുണ്ട്. എന്തായാലും ഈ കേരളത്തിലെ നിരോധിത ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുമായിട്ട് ആ കാലത്ത് പഠിക്കുന്ന കാലത്ത് ഇദ്ദേഹം ബന്ധപ്പെട്ടിരുന്നോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ഡോക്ടർ ആരിഫിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകണമെന്നില്ല. ഈ പഠിച്ചു പോയതിനു ശേഷവും ഈ ആൾ ഡോക്ടർ ആരിഫ് തിരുവനന്തപുരവുമായിട്ട് ബന്ധം വച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ബുധനാഴ്ച, അതായത് മെനഞ്ഞാന്ന്, കാൺപൂരിലെ ഫ്ലാറ്റിൽ, ഒരു വാടക ഫ്ലാറ്റിലാണ് ആരിഫ് താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, തീവ്രവാദ വിരുദ്ധ സേനയും ദേശീയ അന്വേഷണ ഏജൻസിയും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIAയും ചേർന്ന് ഈ ആരിഫിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആ കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ ഇവർക്ക് ആരിഫിൻ്റെ ഈ മോഡ്യൂളുമായിട്ട്, വൈറ്റ് കോളർ ജിഹാദുമായിട്ട് അല്ലെങ്കിൽ വൈറ്റ് കോളർ ടെററിസവുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ഇവരുടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആരിഫിനെ അറസ്റ്റ് ചെയ്യുകയും ആരിഫിൻ്റെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ലാപ്ടോപ്പുകൾ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്, വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന്. അതെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. സൈബർ ഫോറൻസിക്കിലേക്ക് വിട്ടിട്ടുണ്ട്. വിശദമായ അതിനുള്ളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചാൽ മാത്രമേ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോവുള്ളൂ. എന്തായാലും ഈ ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു വനിതാ ഡോക്ടർ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ ചാവേറുകളുടെ ബ്രിഗേഡ് ഉണ്ടാക്കാൻ
പരിശ്രമിച്ച ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന വനിതാ ഡോക്ടർ, വനിതാ ഗൈനക്കോളജിസ്റ്റ് ഈ കേസിൽ പിടിയിലായ കാര്യം നമുക്കറിയാം. അവരുമായിട്ട് ആരിഫിന് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ ആരിഫിനെ പിടികൂടാൻ കാര്യം. മാത്രമല്ല ഈ ഷഹീൻ സയ്യിദിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അവരാണ് ആരിഫുമായുള്ള ബന്ധം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ മൊഴിയിൽ നിന്നാണ് ഡോക്ടർ ആരിഫിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇയാൾ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനായിട്ട് 4 മാസം മുമ്പാണ് കാൺപൂരിൽ എത്തിയത്, കാൺപൂർ മെഡിക്കൽ കോളേജിൽ എത്തിയത്. അതിനു മുമ്പ് ഇതേ മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹം ലെക്ചറായിട്ട് ജോലി ചെയ്തിരുന്ന ഷഹീനുമായിട്ട്, ഷഹീൻ 43-കാരിയാണ്, വനിതാ ഡോക്ടർ. ഷഹീനുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഒരു പക്ഷേ ഷഹീൻ വഴിയായിരിക്കാം ഈ ഡോക്ടർ ആരിഫ് ഇവിടെ എത്തിയത്, കാൺപൂരിൽ മെഡിക്കൽ പഠനത്തിൽ നിന്നുള്ള വ്യാജേന എത്തിയത് എന്നാണ് ATS സംശയിക്കുന്നത്. എന്തായാലും ഒരു കാര്യം, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അറസ്റ്റിലായ മൗലവി ഇർഫാൻ ഹബീബ് അഡ്മിനായിരിക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പേര് മെഡിക്കോസ് ഖിലാഫത്ത് എന്നാണ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പ് അല്ല, അതൊരു ടെലഗ്രാം മെസ്സേജ് ഗ്രൂപ്പാണ്. ആ മെഡിക്കോസ് ഖിലാഫത്ത് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 312 ഡോക്ടർമാർ അംഗങ്ങളാണ്. ആരിഫും അതിലെ ഒരു സജീവ അംഗമാണ് എന്നാണ് ATS പറയുന്നത്. എന്തായാലും തൊട്ടാൽ തെറിച്ച രീതിയിലെങ്കിലും ഈ ഡൽഹി സ്ഫോടനവുമായിട്ട് കേരളത്തിനും ഒരു ബന്ധം വന്നിരിക്കുന്നു. അത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഒരു വ്യക്തി പഠിച്ചത് കേരളത്തിലാണ്. അന്ന് കേരളത്തിൽ പഠിക്കുന്ന കാലത്ത് ഈ വ്യക്തി ആരൊക്കെയായി ബന്ധപ്പെട്ടിരുന്നു, ഏതൊക്കെ സംഘടനകളുമായി ബന്ധപ്പെട്ടിരുന്നു, എന്തെങ്കിലും രഹസ്യ നീക്കങ്ങൾ നടത്തിയിരുന്നോ, ഇവിടെയുള്ള ആരെങ്കിലും റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ATSഉം അതുപോലെ NIAയും ഈ ഡോക്ടറെ ചോദ്യം ചെയ്തു വരികയാണ്. അവർ കേരളത്തിൽ നിന്നും വിവരങ്ങൾ, ഇയാൾ പഠിച്ചിരുന്ന കാലത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ NIAയെ നിയോഗിച്ചിട്ടുണ്ട്. NIAയുടെ കേരള ഘടകത്തിൽ നിന്ന് അത് അന്വേഷിക്കുന്നുണ്ടാകും. അതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ച് അവർ ഡൽഹിയിലേക്ക് കൈമാറുകയും ചെയ്യും. അന്ന് ഈ ഡോക്ടർ ആരിഫ് താമസിച്ചിരുന്ന സ്ഥലം, ബന്ധപ്പെട്ടിരുന്ന ആൾക്കാർ, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഈ ഡോക്ടറെക്കുറിച്ച് കിട്ടാനുണ്ട്. അത് തേടുകയാണിപ്പോൾ NIA ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മെഡിക്കോസ് ഖിലാഫത്തുമായിട്ട് 312 ഡോക്ടർമാർ നമ്മുടെ രാജ്യത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ ഉദ്ദേശം, ഖിലാഫത്ത് എന്താണെന്ന് നമുക്കറിയാം. മെഡിക്കോസ് ഖിലാഫത്ത് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആതുര ശുശ്രൂഷ രംഗത്തും ഖിലാഫത്ത് നടപ്പാക്കുക, അവിടെയും മുസ്ലിം ഭരണം, ശരിയ ഭരണം കൊണ്ടുവരിക, അങ്ങനെ കാലിഫേറ്റിൻ്റെ ഒരു തേർവാഴ്ച അല്ലെങ്കിൽ കാലിഫേറ്റിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖലയെ കൊണ്ടുപോവുക, ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് ആ ഗ്രൂപ്പ് എന്ന് വ്യക്തമാണ്. അതിൻ്റെ അഡ്മിൻ ഈ മൗലവി ഇർഫാൻ ഹബീബാണ്. അതിലെ സജീവ അംഗമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഡോക്ടർ ആരിഫ്. ഈ വനിതാ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഷഹീനുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഡോക്ടർ ആരിഫ്, കേരളത്തിൽ MBBS പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ ആരിഫ്.